നോർമൽ ഡെലിവറിയിൽ നമ്മൾ ആ ഒരു നിമിഷം സഹിക്കുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ, അതെനിക്ക് അറിയത്തില്ല എന്തോരുവാന്നുള്ളത്. പക്ഷെ നമുക്ക് അറിയാം നാളെ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളൊരു തിങ്ക് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മളത് അങ്ങനെ സഹിച്ച് അവിടെ കിടക്കും. വേറെ ഓപ്ഷൻസ് ഇല്ലല്ലോ. പിന്നെ അപ്പോഴാണ് നമുക്ക് ഏറ്റവും നമുക്ക് ഹെൽപ്പിംഗ് ആയിട്ട് നമുക്കൊരു മൈൻഡിനെ റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് അവിടുത്തെ നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ എപ്പോഴും നമ്മുടെ അടുത്ത് വരും. നമ്മളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ തരും. വീണ അത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കുറയും, ഇപ്പോൾ ഇങ്ങനെയാണ് വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല, അപ്പം തന്നെ നേഴ്സുമാരോട് പറഞ്ഞാൽ മതി, അവരതിനുള്ള മരുന്ന് തരും. ഇങ്ങനെ എപ്പോഴും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും, റിലാക്സ് ആക്കുകയൊക്കെ ചെയ്യുന്ന നല്ല ഒരു ടീം ഡോക്ടേഴ്സും നേഴ്സുമാരെയാണ് എനിക്ക് ആ ഹോസ്പിറ്റലിൽ കാണാൻ സാധിച്ചത്. ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ഭയങ്കര നമുക്ക് അവരെ കാണുമ്പോഴായിരുന്നു ഒരു സന്തോഷമുള്ളൂ. കാരണം നമുക്ക് വേറെ ഒന്നും കാണാനില്ല. നമ്മൾ നേരെ ഫാനിലോട്ട് നോക്കിയാൽ കിടക്കുന്നത്. അവരെ വിളിക്കുമ്പോഴത്തേക്കും അവർ വരും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ വന്ന് നമ്മുടെ എല്ലാം ഇങ്ങനെ ചോദിച്ചു വേദനയുണ്ടോ എന്തെങ്കിലും വേണോ അങ്ങനെ എല്ലാം ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇപ്പോൾ ഓർക്കുമ്പോൾ അവരെയൊക്കെ ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഒരു രാവിലെ തന്നെ നമുക്ക് അന്ന് വൈകിട്ടും നമുക്ക് രാത്രി മെയിൻ ഡോക്ടർ വരും, നമ്മൾ വിശേഷങ്ങളൊക്കെ തിരക്കും. അത് എപ്പോഴും ജൂനിയേഴ്സൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ എല്ലാ കാര്യങ്ങളും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആ ഒരു രാത്രി കഴിച്ചു കൂട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഉറങ്ങാനുള്ള ഗുളിക ഇഞ്ചക്ഷൻ വരെ ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലും എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും സെഡേഷൻ്റെ ഇഞ്ചക്ഷൻ തന്നിട്ട് പോലും ഞാനൊരു രാവിലെ 4 മണി വരെയൊക്കെ ഇങ്ങനെ കണ്ണും തുറന്ന് കിടക്കുമായിരുന്നു. കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഈ പെയിൻ കാരണം. അതിൻ്റെ ഇടയ്ക്ക് അന്ന് തന്നെ നമുക്കൊരു 5 o'clock ഒക്കെ ആവുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനെ ഒരാൾ നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അജയ് ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബേബിയുടെ വിശേഷങ്ങളൊക്കെ അറിയുമ്പോൾ അവരോട് ചോദിച്ചറിയുമ്പോൾ നമുക്കൊരു സന്തോഷം. കുറച്ച് ടൈം അവരോട് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ബേബീനെ കാണാനും നമ്മുടെ കൂടെ ഉള്ളവരെ കാണാനും ഒക്കെ പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു സന്തോഷമാണല്ലോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ഒരു 10 മണിയൊക്കെ ആയില്ലേ എന്നെ ഇറക്കിയപ്പോൾ. ആ ഡോക്ടറൊക്കെ വന്ന് കണ്ടു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആളെ ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മണിക്ക് ആയപ്പോൾ എന്നെ പുറത്തോട്ട് ഇറക്കി. ആ ഒരു മൊമെന്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒന്നാട്ടെ. സിസേറിയൻ കഴിഞ്ഞ് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്ന ഒരു അരമണിക്കൂർ കൂടുതൽ ട്രൈ ചെയ്തിട്ടാണ് എനിക്കൊന്ന് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റുക. കാരണം നമുക്ക് ചെരിയാൻ പറ്റത്തില്ല, ഒരു സൈഡിലോട്ടും ചെരിയാൻ പറ്റത്തില്ല, ഭയങ്കര പെയിനും. പിന്നെ കൂടുതൽ നമുക്ക് പേടിയാണ്. ഈ പെയിൻ അറിയത്തില്ലല്ലോ, ഭയങ്കര പേടിയാണ്. അങ്ങനെ നഴ്സുമാർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്തായാലും എഴുന്നേക്കണം, കാരണം നമ്മൾ എഴുന്നേറ്റ് നടന്നാലേ പറ്റുള്ളൂ. നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആരൊക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു 80% നമ്മൾ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താലേ നമുക്ക് ആ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവരുടെ സപ്പോർട്ടോടും കൂടി നമ്മൾ എങ്ങനെ എഴുന്നേക്കണം എന്നുള്ളൊരു ഇതിൽ കുറേ വേദന അത് ഭയങ്കരമാണ്. ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എഴുന്നേറ്റൊന്ന് 2 കാലിലൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുക എന്നുള്ളത്. കുറേ നമ്മൾ ട്രൈ ചെയ്ത് വേദന സഹിച്ച് നമ്മൾ പയ്യെ അവരുടെ സപ്പോർട്ടോടു കൂടി നമ്മൾ അങ്ങനെ എഴുന്നേൽക്കും. അത് നമ്മൾ വീൽ ചെയറിൽ നേരെ പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ റൂമിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ.